മഹത്വം ഉണ്ടാകുന്നത്, ബഹുമാനമുണ്ടാകുന്നത്, സമാധാനമുണ്ടാകുന്നത് നന്മ ചെയ്യുമ്പോഴാണ്. എന്താണ് നന്മ? ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കുക എന്ന് പറയുന്ന നന്മയാണ്. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ തിരുവചനം, റോമ 2:10 നമുക്ക് ഏറ്റുപറയാം. പലതരം ഒരു വീശിക്കൊണ്ട്, നന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും മഹത്വവും ബഹുമാനവും സമാധാനവും ഉണ്ടാകും. ഇരുകരങ്ങളും എടുത്ത് വീശിക്കൊണ്ട്, നന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും മഹത്വവും ബഹുമാനവും സമാധാനവും ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, നന്മ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ഇഷ്ടമാണ് നന്മ. ദൈവം എന്താഗ്രഹിക്കുന്നുവോ അതാണ് നന്മ. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റി ദൈവത്തിന്റെ ആഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ എളുപ്പമുള്ള സുഖമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാതെ പ്രയാസമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. നമ്മൾ എപ്പോഴും അന്വേഷിക്കുന്നത് എന്താണ്? എളുപ്പമുള്ള കാര്യങ്ങളാണ്. സുഖമുള്ളത് അന്വേഷിക്കാതെ നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മെ തന്നെ സമർപ്പിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആ ശില്പിയുടെ കരങ്ങളിലേക്ക് ആ മാർബിള് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് പോലെ എന്നെ എന്റെ കർത്താവ് കൊത്തിമിനുക്കി എടുക്കാൻ വേണ്ടി ചില സമയത്ത് കർത്താവ് നേരിട്ട് വന്ന് കൊത്താനിരിക്കുകയില്ല. ഇരിക്കോ? ശില്പി നേരിട്ട് കൊത്താനിരിക്കുകയാണ് ശില്പത്തെ. ഓക്കെ, നമ്മുടെ ശില്പി ആരാണ്? ഈശോയാണ്. പക്ഷെ നമ്മുടെ ചില ഭാഗങ്ങളൊക്കെ കൊത്തിമിനുക്കാൻ വേണ്ടി ഈശോ വേറെ ആരെ ഏൽപ്പിക്കും? ഹെൽപ്പർമാരെ ഏൽപ്പിക്കും. ഹല്ലേലൂയ. ശില്പി ആര് തന്നെയാണ്? ഈശോയാണ്. ഈശോ ചില ഹെൽപ്പർമാരെ ഏൽപ്പിക്കും. ആ ഹെൽപ്പർമാര് ആരാണ്? ഒരു ഭാര്യയെ സംബന്ധിച്ച് കൊത്താനിരിക്കുന്ന കർത്താവിന്റെ ഹെൽപ്പർ ആരാണ്? ഭർത്താവ് ഒരു ഹെൽപ്പറായിട്ട് വരും, അല്ലേ? വരാറുണ്ടോ? ഇനി നിങ്ങൾ മിണ്ടരുത്, ചേട്ടന്മാരോട് ചോദിക്കട്ടെ.